ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വെറൈറ്റി കട്ട്ലറ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, കിഡിലൻ ടേസ്റ്റാണ്. പിന്നെ ഈ കട്ട്ലറ്റ് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ മസാല റെഡിയാക്കി വെച്ച് അത് ചൂടാറാനൊക്കെ വെച്ച് തണുത്തതിന് ശേഷം മോൾഡ് ചെയ്തെടുത്തിട്ടൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ച് കൊടുക്കാം. പ്രഷർ കുക്കറിലാകുമ്പോൾ ഒരു 3 വിസിൽ വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വേവിച്ച് തണുക്കാനായിട്ടുള്ള സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയില എടുക്കുക. അപ്പോൾ മല്ലിയിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം ക്യാരറ്റും ക്യാബേജും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും ക്യാബേജും 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക് എടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത ചിക്കനാണ്. ചിക്കൻ 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. നമ്മളിത് വേവിക്കുന്നില്ല, ഇതിലേക്ക് നേരിട്ട് വെജിറ്റബിൾസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ വാട്ടിയിട്ടാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നേരിട്ട് ചേർക്കുന്നത് കൊണ്ട് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മസാലയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ കോഴിമുട്ട ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷേ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കട്ട്ലറ്റ് ഇതിൽ മുക്കുന്ന സമയത്ത് നല്ലൊരു വൃത്തിയിൽ കിട്ടും. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വൃത്തിയായിട്ട് കിട്ടും. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കട്ട്ലറ്റ് മോൾഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുപ്പിയുടെയൊക്കെ അടപ്പ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടും ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ കട്ട്ലറ്റും ഷേപ്പ് ചെയ്തെടുക്കാം. ഈ കൂട്ടിലേക്ക് ക്യാബേജും ക്യാരറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിത് ആദ്യം വഴറ്റുന്നൊന്നുമില്ല, അപ്പോൾ ക്യാബേജൊക്കെ അതുപോലെ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ചിലർക്ക് അതിൻ്റെ ഒരു പച്ചക്കുത്ത് ഇഷ്ടപ്പെടില്ല, അങ്ങനെയാണെങ്കിൽ ചേർക്കേണ്ട. നമ്മളിപ്പോൾ ഷവർമ്മയൊക്കെ കഴിക്കുന്നവരാണ്, അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മൾ കട്ട്ലറ്റ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോഴിമുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കണം. നമുക്ക് ഓരോന്നായിട്ട് കോഴിമുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ കോഴിമുട്ടയിൽ ഇത് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും, കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ ഇങ്ങനെ ഒട്ടി എന്താ പറയുക, ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മിക്സിയിൽ ജസ്റ്റ് ഒന്നിട്ട് കറക്കി എടുക്കുന്നതാണ് നല്ലത്. നമുക്കൊരു കൈ കൊണ്ട് കോഴിമുട്ടയിൽ മുക്കാം, മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ കോഴിമുട്ട കൊണ്ട് മുക്കിയെടുക്കുന്ന കൈ തന്നെ ഒന്ന് തുടച്ചെടുത്താലും മതി. ഇതുപോലെ നമുക്ക് ഓരോ കട്ട്ലറ്റും കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കട്ട്ലറ്റും കോഴിമുട്ടയിൽ മുക്കി ബ്രെഡ് പൊടി കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയല്ല കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ കട്ട്ലറ്റായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അതിലുള്ള വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിനുള്ളിലുള്ള സവാളയും ക്യാബേജൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടുക. അപ്പോൾ ഞാനിവിടെ കട്ട്ലറ്റെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ രീതിയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ആ രീതിയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിയത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ചിക്കനൊക്കെ ഒന്ന് മൊരിച്ചെടുത്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് 2 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം.
ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രത്തോളം ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വലിയ പണിയൊന്നും ഇല്ലല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.